ഹലോ മുത്തുമണീസ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് ഇന്നാണ് കേട്ടോ മൊത്തം സാധനങ്ങളും കടത്തി നമ്മൾ ഇന്ന് ഇവിടുന്ന് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പോണത്. അപ്പോൾ വൈകുന്നേരം അവർ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെ പൈസ പിടിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീടൊക്കെ നമ്മൾ ക്ലീനാക്കി ഹാളും അടുക്കളയും ഒക്കെ പളിച്ചിനാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും പരാതി വരുമോയെന്ന് അറിയില്ല. ഞാൻ എന്നെക്കൊണ്ടാകും പോലെ ഇവിടെയും ക്ലീൻ ചെയ്യണം, അവിടെയും സെറ്റാക്കണം. സ്വന്തമായിട്ടൊരു വീട് ഈ സാധനങ്ങളൊന്നും പാടില്ല. ഒക്കെ വൃത്തിയാക്കി ഞാൻ പലിച്ചിനാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയും പോരാന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ബുദ്ധിമുട്ടിക്കാൻ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. വാങ്ങല വീടിനോട് വിടക വയ്യാണെങ്കിൽ എന്താ ചെയ്യും? വീടിനൊക്കെ തന്നെ കാത്തുകുട്ടി എന്താ ചെയ്യണം? കാത്തുകുട്ടി സന്തോഷം നമ്മുടെ സങ്കടമാവുന്നു. ഞങ്ങൾ കടന്ന സ്ഥലം ടാറ്റാ പോവാണ്. നമ്മുടെ വീട് ടാറ്റാ. അപ്പോൾ ആ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അലമാര കാണുമ്പോൾ കുഴപ്പമില്ലാത്ത പോലെ തോന്നും, പക്ഷെ മൊത്തം ഡാമേജ് ആട്ടോ. അങ്ങനെ ആ സാധനങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ. എത്ര വട്ടമായിട്ട് ട്രിപ്പ് ഇങ്ങനെ അടിക്കണം. എൻ്റെ മക്കളെ വീട് ഒഴിയുന്ന പാട് വല്ലാത്ത പാടന്നെ ഒഴിയ അല്ലേ. ഉറങ്ങാണ്ട് നോക്കുന്നു ഒക്കെ ഉണ്ടോ. വണ്ടി നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു വീഴ്ചയും കിട്ടി എനിക്ക്. അപ്പോൾ ഞങ്ങൾ പോട്ടെ കേട്ടോ, പുതിയ വീട്ടിൽ വെച്ച് കാണാം. അപ്പോൾ നമ്മൾ അലമാര കൊണ്ടുപോകണില്ല കേട്ടോ. ഗ്ലാസ് ഇവിടുന്ന് ഇറക്കുമ്പോൾ തന്നെ പൊട്ടി. അപ്പം ഇനി മൂട കംപ്ലീറ്റ് പോയിക്കണം. ഇനി പഴയതിന് കൊടുക്കുക കേട്ടോ. നമ്മുടെ വീട് ബൈ ബൈ. നമ്മൾ വീടൊക്കെ ഗേറ്റൊക്കെ പൂട്ടി പോവുക കേട്ടോ. സങ്കടമുണ്ട്, എന്താ ചെയ്യാതെ വീടൊന്നും. അപ്പം നമ്മൾ വീടിനോട് ടാറ്റ പറഞ്ഞ് പോവുക കേട്ടോ. വണ്ടി കയറാമോട്ടാ പൈസ ശ്രദ്ധിക്കട്ടാ, അത് വീട് നോക്കിട്ടാ. അങ്ങനെ നമ്മൾ നമ്മുടെ ആ പുതിയ വീട്ടിലേക്ക് പോവുക കേട്ടോ. അവിടുന്ന് പക്ഷെ വീടൊക്കെ അടിപൊളിയാണ്, പക്ഷെ ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. കുറച്ച് ദൂരമാണെന്ന് മാത്രം. അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്തിയിട്ടോ. അവിടെ സ്റ്റെപ്പ് കയറണം, അവിടെ ഇറങ്ങണം, കയറണം. എന്താ വേണം അടുപ്പ്? നീ വെച്ചത് ശരിയാവാണ്ടാണ്. അങ്ങനെ നമുക്കത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങടെ എത്തിയിട്ടാ. വലിയ പിച്ചക്കാര് ഒക്കെ അവിടെ നിറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഒക്കെ കട്ടിലും കൊട്ടിലും ഫാനും പറഞ്ഞമാരല്ലോ. നിങ്ങളുടെ എത്തി കിട്ടപ്പത്തിനും മയ്യത്തായി തന്നെ പറയാം, ചത്തു തന്നെ പറയാം. നോവേ പെരടി വേദന, മേലുകൈ വേദന. 2-3 ദിവസമായിട്ടാ ഉറങ്ങിയിട്ടൊക്കെ. വയ്യ, തീരെ വയ്യ. അതോ വീട് മാറുന്നത് വലിയൊരു അതാണ് മക്കളെ. വിഷയം ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വന്നിട്ട് വേണം കേട്ടോ സെറ്റാക്കാൻ. ഈ മൊത്തത്തിൽ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ട് എല്ലാവിടെയും ആയിട്ട്. പിന്നെ അവിടത്തേനെക്കാട് ഇവിടെ ഇത്തിരി വലിപ്പമുള്ളത് കൊണ്ട് നമുക്കൊക്കെ കൊണ്ടുവന്ന് അടുക്കാം, ഇല്ലെങ്കിൽ ചത്ത തന്നെ. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ബാക്കി സാധനം കൊണ്ട് വരുമ്പോൾ രാത്രിയായിട്ടോ. എന്താ പറയുക, രാത്രിയായി മൊത്തം. ഞങ്ങൾ രാത്രി 8:43 അവിടെ എത്തിയത്. എല്ലാം കടത്തി ഒരു സാധനമൊക്കെ മേടിച്ചിട്ട് അങ്ങനെ വന്നു അല്ലേ. ഇനി ഒക്കെ ഒന്ന് ഒതുക്കാനുണ്ട് കേട്ടോ. സൈലൻറ്റ്. അപ്പോൾ ഇനി ഫാന് ഫിറ്റ് ചെയ്യണം, ഭയങ്കര ചൂടാണ്. കട്ടിലിതാ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അലമാര കഴിഞ്ഞ് നമ്മൾ കൊടുത്തു. ഇനി തുണികളൊക്കെ എവിടെ വെക്കുക. അടിയത്തെ ഇത് തട്ടെടുത്തു, പക്ഷെ അത് നിൽക്കണില്ല. പിന്നെ 2 സൈഡും നെളുങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത് ഇങ്ങോട്ട് കയറ്റാനും പറ്റണില്ല. ആ ചില്ല് അവിടെ നിന്ന് ഇറക്കുമ്പോഴത്തെ ചില്ലൊക്കെ തവിട് കൂടിയായി. അപ്പം ഇനി ഫുഡ് കഴിക്കുക, ഫാന് ഫിറ്റ് ചെയ്യുക, കടന്നുറങ്ങുക കേട്ടോ. വയ്യ, ക്ഷീണം ഭയങ്കര വയ്യ. അസുഖം തീരെ വയ്യ, പരടക്ക വേദന. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ കാണാം. അപ്പോൾ എല്ലാം
കർട്ടൻ ഇവിടെ സെറ്റ് ചെയ്തു കേട്ടോ ഒരു സാരി. ഈ കർട്ടൻ ഇവിടെ ഇട്ട് പിന്നെ ഇതൊക്കെ ഇങ്ങനെ വെച്ചു. ഇനിയും കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അടുക്കളൻ്റെ അവസ്ഥ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കട്ടിലിഞ്ഞ് ഇതാക്കണം കേട്ടോ. അപ്പോൾ അതുകുട്ടി ഇവിടെ കിടന്നു. നമ്മളങ്ങനെ ഫാന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കർട്ടനൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. രജിക്കുട്ടി ഇതാ എന്തൊക്കെയാണ് വരയ്ക്കുന്നത്. പാത്രത്തിൽ അവിടെ കിടക്കുന്നു. ഇത് നമ്മുടെ സിറ്റ് ഔട്ടാട്ടോ. രാത്രി ആയതുകൊണ്ട് ആരൊക്കെ ഉറങ്ങിക്കണോന്ന് എനിക്കറിയില്ല. നോക്കാം നമുക്ക്. കറക്റ്റാണ് അവിടെ പോകുമ്പോൾ അതെല്ലാവരും ഉറങ്ങി കേസ്. നമ്മൾ രാത്രി ചെയർ മാത്രം ഇട്ടിട്ടുണ്ട്. ഡ്രം വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഇർട്ടാണ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് കേട്ടോ. അപ്പം ഇനി രാവിലെ കാണിച്ചു തരാം. വാതിൽ കുറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുറ്റിയുണ്ട്. പിന്നെ മുകളിലൊരു കുറ്റിയുണ്ട് കേട്ടോ. മുകളിൽ 2 കുറ്റിയുണ്ട്. താഴെ ഒരു കുറ്റിയുണ്ട്. നമുക്ക് ആവശ്യത്തിന് മാത്രം തുറന്നാൽ മതി. ഇപ്പോൾ ഒരു വണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ TV വെച്ചിട്ടുണ്ട്. ഇവിടെ മെഷീൻ വെച്ച് ഒരു വണ്ടുകൾ വരും കേട്ടോ. ഒരു കറുത്ത വണ്ടുകൾ വരുന്നുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല. ചെവിയിൽ അവിടെ ഇവിടെ ഒക്കെ വന്ന് നിൽക്കുക. ഉമ്മാൻ്റെ ബാഗ് അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടിൽ ഇവിടെ സെറ്റ് ചെയ്തു. അടുക്കള പരിപ്പിച്ചാറും ചോറൊക്കെ ഞാൻ രാവിലെ വെച്ചു കൂട്ടാം. പിന്നെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ അടുക്കള ചോറൊക്കെ വയ്ക്കലിന് ഞാനേ വെച്ചിട്ടുണ്ട്. പാത്രം ഞങ്ങൾക്ക് കഴുകണം. പിന്നെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരി സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാത്രം ഈ സൈഡിലേക്കാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മുകളിൽ റാപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മുകളിൽ വെക്കാം. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല. അടിയിലും വെക്കാം കേട്ടോ സാധനങ്ങളൊക്കെ. ഇനി അടുപ്പ് സെറ്റ് ചെയ്ത് വേണം കത്തിക്കാൻ. വയറ് വാങ്ങിയിട്ടില്ല, അത് വാങ്ങിക്കണം. പിന്നെ കുപ്പി ഗ്ലാസ്സൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചു കേട്ടോ. ഇവിടെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ വാടകയ്ക്കാണെങ്കിൽ ഇങ്ങനെ സൗകര്യമുള്ളൊരു വീട് നമുക്ക് കിട്ടുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അള്ളാഹിനോട് എത്ര നമ്മൾ സുജൂദ് ചെയ്താലും മതിയാകൂല. ഹലോ ഗൈസ്, ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വന്നു. നിങ്ങളും ഞങ്ങളുടെ വീട്ടിലേക്ക് വരി. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരി. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വീടാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യ്. ഞങ്ങളെ വീട്ടിലേക്ക് അവളെന്തൊക്കെയാ പറയുന്നത്? അജു ഈ വീട് ഇഷ്ടപ്പെട്ടാ? ഇങ്ങോട്ട് നോക്ക്. ഇഷ്ടപ്പെട്ടാ? നോക്ക് ഇങ്ങോട്ട്. ആട്ടക്കാരിയാണ് നീ. ആട്ടം കാട്ടും. ഇത് നമ്മളിവിടെ വരുമ്പോഴുള്ള ഫാനാട്ടോ. ആ റൂമിലുണ്ടായിരുന്നു. ഓടണേ ഇല്ല. കുറേ മെനക്കെട്ട് ഓടണേ ഇല്ല. അപ്പോൾ ഹാളിൽ കൊണ്ടുവന്ന് ഇട്ടു. ഉമ്മാൻ്റെ ഫാനും ഞങ്ങളുടെ ഫാനും ആ റൂമിൽ 2 റൂമിൽ ഇട്ടു. ഇത് ഓടണില്ല. അപ്പോൾ ഇത് ഷോക്ക് അവിടെ കിടക്കട്ടെ വിചാരിച്ചു. അപ്പോൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നല്ല ഹോം ടൂറും വീഡിയോ ഒക്കെ സെറ്റായിട്ട് വരാം. അതുവരെയും ഗുഡ് നൈറ്റ്. ടാറ്റ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.